ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് കശുവണ്ടി ഉണ്ടായിരുന്നു, അത് ചുടുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. മോനെ തറവാട്ടിൽ നിന്ന് പെറുക്കി കൊണ്ടുവച്ചതാണ്, കുറേ ദിവസമായി പറയുന്നത്. അപ്പോൾ എന്താണിത് ചുടുന്ന റിസ്ക് ആലോചിച്ചപ്പോൾ ഞാൻ നാളെ എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുറത്ത് തീയൊക്കെ കൂട്ടി ഈ ചെവേലൊക്കെ ഇട്ട് കത്തിച്ച് ഒക്കെ സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലേ. പിന്നെ അപ്പോൾ അതാക്കുന്ന അടുപ്പൊക്കെ റെഡിയാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഓലയൊക്കെ പറിച്ചെടുക്കുകയാണ്. നമ്മൾ കനലൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ഇട്ട് കുറച്ചായി ചുട്ടെടുക്കുന്നതിൽ ഒന്നും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ചട്ടിയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ ഒന്നുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിട്ടോ. അപ്പോൾ അതാക്കുന്ന ഞാൻ തീയൊക്കെ പിടിപ്പിക്കുകയാണ് അടുപ്പിൽ. അത്യാവശ്യം നല്ല കാറ്റുള്ള സമയവുമാണ് കേട്ടോ. അത് തന്നെയല്ല, വെയിലിൻ്റെ കാര്യം പിന്നെ പറയുകയും വേണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും വേണ്ടില്ല, ഞാനിതാക്കുന്ന ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചട്ടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കശുവണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി വരുമ്പോൾ ഇതിന്ന് എണ്ണ ഇറങ്ങി വരും കേട്ടോ. കശുവണ്ടിൻ്റെ എണ്ണ ഇറങ്ങി വരും. ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യാണ്, ഉള്ളിലേക്ക് തീ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം ഞാനിത് മുഴുവനായിട്ടൊന്നും ചുട്ടെടുക്കുന്നില്ല കേട്ടോ, ബാക്കി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അങ്ങനെ ഇരുത്തിക്കുകയാണ് കേട്ടോ അവനെ. അപ്പോൾ അതാക്കുന്ന തീ കെടലും അത് കത്തിക്കലൊക്കെ ആയിട്ട് അങ്ങനെ ജോറായിട്ട് സംഗതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ സമയം വറക്കണം കേട്ടോ, എന്നാലേ ഇതിന്ന് നല്ലോണം എണ്ണ പുറത്തേക്ക് വന്നിട്ട് തീ കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് റെഡി ആയി കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിൻ്റെ എണ്ണ പുറത്തേക്ക് വന്നതിന് ശേഷം നമ്മൾ ഉള്ളിൽ തീ കൊടുത്താൽ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ തീ ആളി കത്തും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഒക്കെ നോക്കി നിൽക്കണം. കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു തീ ആളി കത്തുകയാണ് കേട്ടോ ചെയ്യാം. പണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് ഇതേപോലെ ചുട്ടൊക്കെ കഴിച്ചതാണല്ലോ. അപ്പോൾ നമ്മളെ മക്കൾക്കും ഇതേപോലെയൊക്കെ പൂതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസമായി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നമ്മളിത് ചുടില്ലേ, ഒന്ന് വീഡിയോ കൂടി പിടിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇത് ചുട്ടെടുത്തതിന് ശേഷം നോക്കുമ്പോൾ അത്ര ഒന്നും കാണാനുണ്ടാവില്ല കേട്ടോ. പക്ഷേ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു കോലിട്ട് ഞാൻ അത്യാവശ്യം സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ നല്ലോണം എണ്ണ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഉള്ളിലേക്ക് ഞാൻ തീ കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് എന്ത് ചെയ്യുക, തീ ഒന്ന് കത്തിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം അടിയിലുള്ള അണ്ടി ഉണ്ടല്ലോ, അതൊക്കെ മുകളിലേക്ക് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ തീ പാളി വരും കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ അടുപ്പത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അണ്ടി നന്നായിട്ട് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണും മൂക്കൊക്കെ നല്ലോണം അതും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരെ നിന്നിട്ട് കേൾക്കുന്നതായിരിക്കും നമ്മുടെ തടിക്ക് നല്ലത്. അപ്പോൾ ഞാനത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇത് നോക്കുമ്പോൾ ഇറക്കാനൊന്നും കഴിയുന്നില്ല കേട്ടോ. ചൂടുകൊണ്ടാണ് ഇതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് 2 കോലെടുത്തിട്ട് ആ ഒരു വടി വെച്ചിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ചട്ടി എടുത്ത് വെക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ തീ നല്ലോണം മുഖത്തേക്ക് പാളുണ്ട്, കാറ്റടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ കോലൊക്കെ വെച്ച് ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നല്ലോണം തീ പാളുകയാണ് കേട്ടോ. അണ്ടി കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ ഒന്നുകൂടി നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ചട്ടി പാളുന്ന അടുത്തേക്ക് എടുക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചട്ടി ഒന്ന് മറിച്ചിടാന്ന് വിചാരിച്ചു. മുഖത്തേക്ക് പാളുണ്ട് കേട്ടോ കാറ്റടിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. മറിച്ചിട്ട് നോക്കുമ്പോൾ എന്നിട്ടും ചട്ടി അവിടെ കിടന്ന് കത്തുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കാട്ടാന്ന് വെച്ചു, അണ്ടി മൊത്തം കരിഞ്ഞു പോകാൻ സാധ്യത മുന്നിൽ കണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് ഒരു ചൂലെടുത്തിട്ട് നല്ലോണം അടിച്ചിട്ട് തീയൊക്കെ പോക്കിട്ടോ. അതിന് ശേഷം നമ്മുടെ അണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് പെറുക്കിയിടുകയാണ് കേട്ടോ. മൊത്തത്തിൽ കരിഞ്ഞു പോകും. ഇതുവരെ എടുത്തതൊക്കെ പണിയൊക്കെ വെറുതെ ആവുമെന്ന് വിചാരിച്ചത് കേട്ടോ. എന്തായാലും സംഗതി ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ആകെ മൊത്തം കരിയിൽ കുളിക്കുന്ന ഒരവസ്ഥ ആണല്ലോ. അപ്പോൾ 2 ചിരട്ട എടുത്തിട്ട് ഇതേപോലെ കല്ലിൽ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുഴുവനായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും അധികവും നമ്മൾ കുത്തി പൊട്ടിക്കുമ്പോൾ പകുതിയായിട്ട് മുറിഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇത് ചുട്ടെടുത്തതിന് ശേഷം പിന്നെ മക്കളവിടെ നിൽക്കുന്നേയില്ല. മക്കൾ അതുവരെ അവിടെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ 2 ആളും അടിയായിട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ കുത്തി പൊട്ടിക്കുക എന്ന് പറഞ്ഞിട്ട് ചിരട്ടൊക്കെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ പിന്നെ മൂത്ത ആൾക്കാണെങ്കിൽ ചെറിയ മോനെ എടുത്തിട്ട് ഓൻ പറയുകയാണ്, ഇനി മതിയെന്ന്, ബാക്കി ഞാൻ കുത്തി പൊട്ടിച്ചോളാന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോനെ പിടിക്കുന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ മൊത്തം അണ്ടി ഇവിടെ ഇരുന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നേനും ഓരോന്നെടുത്ത് തിന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ഇരിക്കുന്ന മൂത്ത മോനുണ്ടല്ലോ, മോൻ അവിടെ ഇരുന്നിട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഓൻ പറയാണ് കുറച്ച് എനിക്കും കൊണ്ടാന്ന്